അസ്സലാമലൈക്കും. ഈസാ നബി തന്റെ സമുദായത്തോട് നിങ്ങൾ സൃഷ്ടാവിനെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. യോഹന്നാൻ 16:7 പറയുന്നത്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ടും ന്യായവിധികളെക്കുറിച്ചും തന്നെ ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല എന്ന് യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ഈസാ നബി പറയുന്നത്, ഞാൻ പോയാൽ മാത്രമേ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ എന്ന്, അവനെ സൃഷ്ടാവ് അയക്കുള്ളൂ എന്ന്. അവൻ വന്നിട്ട് എല്ലാ സത്യത്തിലും നിങ്ങളെ വഴി നടത്തും, എല്ലാ ന്യായവിധികളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നാണ് പറയുന്നത്. അതിൽ 13 പറയുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളോട് സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നതൊക്കെ സംസാരിക്കും, വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വരുന്ന സമയത്ത് അവന് കേട്ടത് മാത്രമേ പറയുള്ളൂ, സ്വന്തമായിട്ട് ഒന്നും തന്നെ പറയൂല എന്ന്. അലൈഹിസ്സല്ലമക്ക് ജിബ്രീൽ മുഖേനയാണ് അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ സന്ദേശങ്ങളും എത്തിയിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്, അവൻ എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നു. പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത് കൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞു. ഈസാ നബിക്ക് എന്തൊക്കെ തെളിവുകളാണോ അള്ളാഹു കൊടുത്തിട്ടുള്ളത്, ആ തെളിവുകളൊക്കെ തന്നെയാണ് മുഹമ്മദ് നബിക്കും അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞു തന്നത് ആ കാര്യങ്ങളൊക്കെ അടുത്ത ആള് വരുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്നെ മഹത്വപ്പെടുത്തുമെന്ന്. ഈസാ നബിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? എന്താണ് ഈസാ നബി തന്റെ സമുദായത്തിന് ചെയ്തത് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈസാ നബി തന്റെ സമുദായത്തോട് പറയുന്നത് എന്താണ്? എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടും, എനിക്ക് ശേഷം ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട്. എന്നത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയ്ക്കുള്ള എല്ലാ തെളിവുകളും അവരെന്തൊക്കെയാണോ മറച്ചു വെച്ചതും അവർ ഏത് കാര്യത്തിലാണോ ഭിന്നിച്ചത് എല്ലാ തെളിവുകളും വിശുദ്ധ ഖുർആനിലൂടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. എന്നാൽ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ അതിന് സാക്ഷിയാണ്. ഈസാ നബി തന്റെ സൃഷ്ടാവിനെ പറ്റി വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈസാ നബി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്,